ചെയ്യുന്നതിന് വേറെ ആമ്പൊക്കെയാണ്. ആ, ഇത് വീട്ടിൽ ഉപയോഗിക്കാനുള്ള ആമ്പുകളല്ലേ. ഹോം തിയേറ്റർ അകത്ത് പുറത്ത് വെക്കുമ്പോഴത്തേക്കും പബ്ലിക് അട്രാക്ഷൻ സിസ്റ്റം എന്ന് പറയും. ഓളി ഇങ്ങനെ വേറെ രീതി വേണം പോകാൻ. നമ്മുടെ ആംപ്ലിഫയർ ഉപയോഗിക്കാം എന്നുള്ള എന്തേരം എവിടെ വെക്കാൻ എന്നാ ഉദ്ദേശമുണ്ട്, എത്ര ആൾ കൂടുന്നത്, എന്തേരം ഏരിയ. ആ, അതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ വേണ്ട കാര്യമില്ല. നല്ല ഇപ്പോൾ സബ്വൂഫറും സ്പീക്കറും എല്ലാം കൂടെ ചെയ്തത് 25,000 രൂപ ഫുൾ സെറ്റ്. ഒരു സബ്വൂഫർ, 2 സ്പീക്കർ, ആംപ്ലിഫയർ എല്ലാം. ബാറ്ററി ഉള്ള ടൈപ്പ് ട്രോളി മേടിച്ചാൽ മതി അതിനാകുമ്പോൾ. അതായിരിക്കും നല്ലത്. ഒറ്റ ഒരെണ്ണം കൊണ്ട് അങ്ങ് വെച്ച് മൈക്ക് വെച്ച് ഉപയോഗിച്ച്. JBL ഒന്നും മേടിക്കുന്നത്, വേറെ എന്തായാലും ഉണ്ട്. അങ്ങനെയുള്ളതല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓരോ പീസല്ല, നമുക്ക് കൊണ്ടുപോകാനും കൈകാര്യം ചെയ്യാനും എല്ലാം പാടാം. മറ്റേതെങ്കിലും ഒരു ട്രോളി സ്പീക്കർ മേടിച്ചിട്ട് വലിച്ചു കൊണ്ടങ്ങ് വെച്ചാൽ മതി. ട്രോളി സ്പീക്കർ കിട്ടും, ട്രോളി, അതിൻ്റെ ആവശ്യം. അത് കയറ്റി വെച്ചാൽ അത് വയർലെസ് മൈക്കും ഉണ്ട്. അത് സെബ്രോണിക്സിൻ്റെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. ഒന്നും വേണ്ട. വളരെ ഈസിയാണ് കൈകാര്യം ചെയ്യാൻ. നിങ്ങൾ പ്രസംഗിക്കാനും പിന്നെ പാട്ട് പാടാനും പ്രസംഗിക്കാൻ പോകാനല്ലേ അത് നടക്കുള്ളൂ. നിങ്ങൾ പല സ്ഥലത്ത് പോയല്ലേ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഒറ്റ ട്രോളി സ്പീക്കറേ ഉപയോഗിക്കാവുള്ളൂ. $1 ഉണ്ടെന്നുള്ളത് നമ്മുടെ അക്കൗണ്ടിൽ വരും, ഡെയിലി വരും. വന്ന ഡെയിലി ഉള്ളത് $100 ആയി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ റുപ്പിയായി കൺവേർട്ട് ചെയ്ത് വരും. അതിൻ്റെ ടാക്സും മേടിക്കും. അതെന്ന് തോന്നുന്നു. ചേട്ടനുണ്ടോ? അങ്ങനെ ആൾക്കാർ ഫേസ്ബുക്കിലാന്ന് പറയുന്നുണ്ട്. എനിക്ക് ഫേസ്ബുക്കിൽ ഇത്ര ആയിട്ട്, അപ്പം ഞാൻ വേറെ ഇത് ചെയ്യുന്ന ഒരു പയ്യനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ ഡീറ്റെയിൽസ് കൂടെ ചെയ്ത് തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് നമുക്ക് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. അതിന് പൈസ കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പണിയും സ്ഥിരം ചെയ്യുന്നവർക്ക് എളുപ്പമുണ്ട്. നമ്മളത് തെറ്റിച്ച് ചെയ്ത് ബ്ലോക്ക് ആകുന്നതിലും ഭേദം 2,500 രൂപ കൊടുക്കുക. അവന്മാർക്ക് ഇതാണ് പരിപാടി. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എല്ലാവരുടെയും ചാനൽ മോണിറ്റൈസ് ചെയ്ത് കൊടുക്കുക, കാശ് മേടിക്കുക. കാരണം അവൻ്റെ കണ്ടന്റ് ഇതല്ലേ ഉള്ളൂ, ഇതിനാരും കാണാൻ. കുഴപ്പമില്ല, നല്ലൊരു പയ്യനാണ്. അവനത് എല്ലാം കൃത്യമായിട്ട് ചെയ്ത് അക്കൗണ്ടിൽ നമ്മളെ പൈസ വരുന്ന പോലെ ആക്കി തന്നിട്ട് അവൻ മാറത്തുള്ളൂ. ഇത് തൃശ്ശൂർക്ക് ഒരാൾക്ക് അയക്കാനാണ്. തൃശ്ശൂർ ഗോപാലകൃഷ്ണൻ വീട്ടിലുപയോഗിക്കാം. ഇതുപോലെ എല്ലാ ഫംഗ്ഷനും നമുക്കിതേ കുത്തിക്കഴിഞ്ഞ് മൊബൈലിൽ പറഞ്ഞാൽ മതി. നമുക്ക് മൊബൈലിൽ പോയിട്ട് റിമോട്ടിൽ പറഞ്ഞാൽ മതി. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അന്നേരം ഇതിനകത്ത് വന്നോളും. ടൈപ്പ് ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് 2,800 രൂപയാണ്. അത് സാറിന് വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയ്ക്കകത്ത് 2,800 രൂപ ഇട്ട് അതിനകത്ത് അഡ്രസ്സും ഫോൺ നമ്പരും പിൻകോഡും ടൈപ്പ് ചെയ്തിട്ടാൽ സാധനം അയച്ചു തരാം. അതെല്ലാം അതിനകത്ത് കാറ്റലോഗ് ഉണ്ട്. എല്ലാം വീഡിയോയ്ക്കകത്ത് യൂട്യൂബിൽ കിടപ്പുണ്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ഇതിനകത്ത് കാറ്റലോഗ് ഉണ്ട്. നേരെ HDMI കണക്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. സോണി ജിൻസി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ, SONY സോണി ജിൻസി. ശരി. ഒരു കേബിൾ കൊടുത്ത ജിൻസി ഉണ്ടോ? പാനൽ മാറാനുള്ള കേസ് കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. അതിന് ഒരു മിനിറ്റ് പോലും ചുമ്മാ ഇരിക്കുന്നില്ല, അത്ര എനിക്കറിയാം. ഒരാളൂടെ ഉണ്ട്. ആ പുള്ളി ഇന്ന് സമ്മേളനത്തിന് പോയിരിക്കുക. ഇതിനകത്ത് സെർച്ചിനകത്ത് സോണി ജിൻസി എന്നുള്ള ചാനൽ കണ്ടോ? അതിനകത്ത് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനകത്ത് ബെല്ലൈക്കൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിന് ശേഷം ഇതിനകത്ത് കയറി നോക്കിക്കോ ഉണ്ട്.
അഥവാ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധനം കൈ കിട്ടിക്കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. വേണ്ട ഞാൻ കമത്തി വിട്ടു. മൂല കുത്തല്ലേ, മൂല കുത്തല്ലേ. തൊഞ്ചായ ഇവിടെ തട്ടുന്നു. എന്നാ ശരി സാറേ, പൊക്കോ. ഓക്കെ. വേറെ ഇൻപുട്ട് കൊടുത്ത് ടി വിയുടെ സൗണ്ടോ. എടാ ഇതിലൊരു ആമ്പ് കൊടുത്തു നോക്കി, സി ഡി ഇന്നില്ല. ആ ഓക്സിജന് കൊടുത്ത് ഒരു സ്പീക്കറും കൊടുത്തു നോക്കി. അത് 3500 രൂപ, ഇത് 3500 രൂപ, ഇത് 4000 രൂപ, ഇത് 12 വോൾട്ട് മതി. ഈ സാധനം വണ്ടിയെ വെക്കുമ്പോൾ ഈ സാധനം വേണ്ട, പവർ സപ്ലൈ വേണ്ട, ഇത്ര സാധനം മതി. സബ് ഊഫർ ഔട്ടും ഉണ്ട്. ഞാൻ സൗണ്ട് കേൾപ്പിക്കാം, കേട്ട് കഴിയുമ്പോൾ എൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. അത് മെക്കാനിസം കിടന്ന് തിന്നുന്നോണ്ടാ. നമുക്ക് ട്യൂണർ, വീഡിയോ ഏതാ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട്? ആ അത് വർക്കിങ്ങാ. ഓക്സായിട്ട് വേണം യൂസ് ചെയ്യാം. ഇത് തുറന്നോ, അതിനകത്തൊരു ബെൽറ്റ് ഇട്ടാൽ മതി, അപ്പോൾ അത് റീസെറ്റ് ആയിക്കോളും. തുറന്നോ, ആ ഒച്ച മാറിക്കോളും. സാറിന് വേണേൽ ഒരു ചെറിയ നിങ്ങൾക്ക് മറ്റേ പൈനീർ ഫുൾ സെറ്റ് ചെയ്ത് വേണ്ടാണോ? ഏതാ വേണ്ട? ഊഫർ മാത്രം ചെയ്ത് തന്നാൽ മതിയോ? ആ ആ ഏതാ ഇത്? 7000-ൻ്റെ വേണോ 9000-ൻ്റെ വേണോ? ഡ്യുവൽ കോയിൽ വേണോ സിംഗിൾ കോയിൽ? ഡ്യുവൽ കോയിൽ വേറൊരു മൂവ്മെൻ്റ് ആണ്. അതായത് ഒരു കോയിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. വലിയ തള്ളിച്ചല്ല, പക്ഷേ നല്ല ബാസ് ആയിരിക്കും, കേൾക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും. പക്ഷെ വിലയിൽ എത്ര മാറ്റമുണ്ട്. ആ സിംഗിൾ കോയിൽ ആകുമ്പോൾ 7000 രൂപയേ ഉള്ളൂ. ഇതാകുമ്പോൾ 9000 രൂപ വരും. 2000 രൂപയുടെ വ്യത്യാസം. രണ്ടും തമ്മിൽ 100 വാട്ട്സിൻ്റെ മാറ്റമേ ഉള്ളൂ. ആ സിംഗിൾ കോയിലാണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. എക്സ്പ്ലോഡ് വേണേൽ എക്സ്പ്ലോഡ് തരാം. എക്സ്പ്ലോഡ് നല്ലതാണ്. ഈ എക്സ്പ്ലോഡാണ് നമ്മൾ സ്ഥിരം വിറ്റുകൊണ്ടിരുന്നത്. ഒത്തിരി നാളായിട്ട് എക്സ്പ്ലോഡ് മാത്രമാണ് നമ്മൾ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരാൾ പൈനർ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പൈനർ കൊണ്ടുവന്നത്. ഒരാൾ പൈനർ ഒറിജിനൽ ഒപ്പിച്ച് തരാമെന്ന്. ഞാൻ ഒത്തിരി അടുത്ത് തപ്പി, ഒരിടത്തും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രാജസ്ഥാനിലുള്ള പണ്ട് നമുക്ക് സാധനം സപ്ലൈ കൊണ്ടിരുന്ന പാർട്ടി പൈനർ ചെയ്തുകൊണ്ട് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് 2 മാസത്തെ അന്വേഷണത്തിലാണ് എനിക്കത് ഒറിജിനൽ ടീമിനെ കിട്ടിയത്. സോണി പിന്നെ നമുക്കറിയാം, സോണിക്ക് കേരളത്തിലെ സപ്ലൈ ഇല്ല. അത് ഞങ്ങൾ ചെന്നൈയിൽ ഡിസ്ട്രിബ്യൂട്ടർ, അവിടുത്തെ ഒരു കമ്പനിയുടെ ഇവിടുന്ന് അയച്ചു തരുന്നത്. അത് കമ്പനി നമുക്ക് പറഞ്ഞു തന്നു, ഇന്ന ആൾ അടുത്തുണ്ട്, അയച്ചു തരാമെന്ന്. അത് പിന്നെ അവർ വില കൂടുവാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 50 ഒന്നിച്ച് ബില്ലടിച്ചിട്ടതാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. നമുക്ക് വീഡിയോ വെക്കാനായിട്ട് 2 സബ്ബാ വെക്കുന്നത്. 2 സബ്ബ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സർവീസ് ചെയ്യുന്നുണ്ട്. ഞാൻ താമസിക്കുന്നത് എളമ്പള്ളിയിൽ, അവിടെയാണ് നമ്മള്. അപ്പൊ നമുക്ക് ഈ 2 വെച്ച് ഇടിപ്പിച്ചൊക്കെ കേൾപ്പിക്കുകയൊക്കെ ചെയ്യാനാ. അതായത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കണം. അപ്പൊ ഏതാണ് നല്ലത്? അപ്പൊ എന്നോട് ചോദിച്ചു സോണിയാണ് നല്ലത്. അപ്പൊ സോണിയാ ഞാൻ പറഞ്ഞിരുന്നത്. സോണി വേണം, സോണി തരാം. ഏത് വേണം? സോണിയാണെ വിലക്കുറവാ, 5,990 തരാൻ പറ്റും. കാരണം സോണി നമുക്ക് നേരത്തെ ബില്ലടിച്ചതുകൊണ്ടേ. നീ അടിച്ചോടെ ഏതാണ് കിടന്ന് ജെൻസി ഇതൊന്നും പിടിച്ച ജെൻസി കിടന്ന് കറങ്ങുന്നറിയാനാ. ഓണാക്കി വിടും. പൊടിയല്ല, മെക്കാനിസം സ്റ്റക്ക് ആയതുകൊണ്ടാ. ബ്രഷ് വേണേ ആമ്പ് ഉപയോഗിക്കാം. പുറത്തോട്ട് വിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആവശ്യം ഉണ്ടല്ലേ, നന്നാക്കി ഉപയോഗിക്കാൻ നടക്കുകയില്ല. പെട്ടെന്ന് വേണേ, അടുത്ത ആൾ. മതി മതി, പെട്ടെന്ന് ആയിക്കോട്ടെ. ഈ സ്ട്രിപ്പില്ലേ, കാരണം അതിൻ്റെ ഇടിക്കൊരു സ്മൂത്ത്നെസ് കൂടുതലുണ്ട്, തള്ളു കുറവാണ്. ഇങ്ങനെ അടിക്കാതെ കിടന്നു.
അപ്പോൾ അത് ഭയങ്കര ഇങ്ങനെ ഒരു ഒഴുകി വരുന്ന ഒരു സ്മൂത്താണ്. മറ്റേന്ന് നമ്മൾ സിംഗിൾ കോയിലാകുമ്പോൾ ഇച്ചിരി മൂവ്മെന്റ് കൂടുതലാണ്. സോണി തന്നെ എടുത്തു. അപ്പം പിന്നെ 2 സോണി വേണോ? ആ സോണി തന്നെ കൊടുക്കാം. പിന്നെ ഒരു ആരും ഒന്നും പറയാല്ല. ആ 2 ദിവസം കഴിഞ്ഞ് പിന്നെ വേറെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ. അതെ അത് 3000-ന്റെ പെട്ടിയുണ്ട്. 3000 12. ഞാനിപ്പോൾ ഇത് 24 കൊടുത്തിരിക്കുന്നത്. കാരണം മാക്സിമം പഞ്ച് കിട്ടാൻ വേണ്ടി. ഇതിനുണ്ട് ഇത് വേറെ 8 ഇഞ്ച് ഊഫറാണ്. 2 സ്പീക്കറും. ഇത് സബ് ഊഫറിന്റെ വോളിയം ഫ്രീക്വൻസി. 4 സ്പീക്കർ ഇതാ കൊടുക്കാം. സീരീസ് ചെയ്താൽ മതി. അല്ല പാരല്. അതായത് നിങ്ങളുടെ സ്പീക്കർ എത്ര ഓംസ് ആണെന്ന് നോക്കുക. 8 ഓംസ് ആണെങ്കിൽ പാരല് ചെയ്യുക ഇങ്ങനെ. 4 ഓംസ് ആണെങ്കിൽ സീരീസ് ചെയ്യുക ഇങ്ങനെ. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പം പാരല് ചെയ്യാന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് തമ്മിൽ ചേർക്കുക, 2 നെഗറ്റീവ് തമ്മിൽ ചേർക്കുക, കൊണ്ടാ കൊടുക്കുക. ഇനി സീരീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിയണം. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് കൂടെ തിരിയുക. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നു. ഇതുകൊണ്ട് ആമ്പ കൊടുക്കും. അപ്പോൾ 8 ഓംസ് ആണെങ്കിൽ പാരൽ ചെയ്യുക, 4 ഓംസ് ആണെങ്കിൽ സീരിയൽ ചെയ്യുക. വണ്ടിയൊക്കെ അടിപൊളിയാണ്. നേരെ ഇത് വേണ്ട, ഈ പെട്ടി വേണ്ട, ബോർഡ് മാത്രം മതി. 2000 രൂപയേ ഉള്ളൂ. അസംബിൾ ചെയ്ത് തരാം. ഇഷ്ടമില്ലാത്തവരുണ്ട്. പാട്ട് വെക്കരുതെന്നാണോ? KSRTC വെക്കുന്നുണ്ടല്ലോ. അല്ല, കഴിഞ്ഞ ദിവസം KSRTC വെക്കാൻ കൊണ്ടുപോയിരുന്നു ഒരു 3 നാളിലോ. അല്ല, അത് കണ്ടക്ടറും ഇവരും കൂടെ കാശ് മുടക്കിയാണ് വെക്കുന്നത്. KSRTC നല്ല കാശ് മുടക്കുന്നത് വെക്കുന്നതിൻ്റെ. ഇപ്പം ഞാനാദ്യം ഓർത്ത് KSRTC പാട്ട് വെക്കാനാന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ KSRTC വെക്കാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഈ പ്രൈവറ്റ് ബസ്സേ പാട്ട് വെക്കരുതെന്നോ? പാട്ട് വെച്ചാൽ എന്നാ കുഴപ്പം? കോൺസെൻട്രേഷൻ ഇപ്പൊ 1 ലക്ഷം രൂപ അടയ്ക്കുവാണെങ്കിൽ കളർ മാറ്റാം. അല്ല, 1 ലക്ഷം രൂപ അടയ്ക്കണം. ചുമ്മാ ഒന്നും പറ്റിയല്ല കളർ മാറ്റണേ. 1 ലക്ഷം രൂപ കെട്ടിവെച്ചാൽ, കണാശ്ശേരി ഇന്നലെ പറയുന്നത് ഞാൻ കേട്ടാ, കെട്ടിവെച്ചാൽ കളർ മാറ്റാം. അപ്പോൾ നല്ല വരുമാനമായില്ലേ? വീണ്ടും വെള്ള പെയിൻറ്റുകാർ രക്ഷപ്പെട്ടു. പിന്നെ വെള്ള വണ്ടി ശ്രദ്ധിക്കും എന്നുള്ളത് സത്യമാണ്. അത് സത്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ള കളറ് നമ്മൾ വണ്ടി ഏതിലെ പോയാലും ശ്രദ്ധിക്കും. അത് സത്യമാണ്. അത് ഓക്കെ. പക്ഷേ പൂർണ്ണമായിട്ടും വെള്ളയടിക്ക് മറ്റേ കന്യാസ്ത്രീ പോയി. ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ട്. ഞങ്ങളുടെ ഒരു വണ്ടി വരുന്നത് ഒന്നെങ്കിൽ 4 ഓംസ് അല്ലെ 8 ഓംസ്. ഇപ്പം 4 ഓംസിൻ്റെ സ്പീക്കർ ആണെങ്കിൽ നമുക്കതിനെ 8 ഓംസ് ആക്കി മാറ്റി ഇതിൽ ഉപയോഗിക്കാം. ഇനി 8 ഓംസിൻ്റെ സ്പീക്കർ ആണെങ്കിൽ അതിനെ നമ്മൾ 4 ഓംസ് ആക്കി മാറ്റി ഇത് കണക്ട് ചെയ്തു, ഇതിലോട്ട് കണക്ട് ചെയ്തു, ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്പീക്കർ ഏതാണെന്ന് ആദ്യം നോക്കുക. ഇപ്പോൾ 4 ഓംസിൻ്റെ ഒരു സ്പീക്കറാണ്, ഒരു 4 ഓംസിൻ്റെ സ്പീക്കറും ഒരു 8 ഓംസിൻ്റെ സ്പീക്കറും മിക്സ് ചെയ്താൽ കറക്റ്റ് ആവില്ല. ആവുമെന്ന് ചോദിച്ചാൽ ആവും, പക്ഷേ കറക്റ്റ് അല്ല. കാരണം 2 ടൈപ്പ് കോയിൽ വരുന്നുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ 2 ഒരേപോലത്തെ സ്പീക്കർ എടുക്കുക. ആ 2 സ്പീക്കർ എടുത്തിട്ട് 8 ഓംസ് ആണെങ്കിൽ 2 എണ്ണം പാരൽ ചെയ്യുക. ഇതൊരു പോസിറ്റീവ്, നീളം കൂടി എൻ്റെ വിരൽ പോസിറ്റീവും നീളം കുറഞ്ഞ വയറ് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചാൽ ഇതുണ്ട് 2 പോസിറ്റീവും 2 നെഗറ്റീവും തമ്മിൽ ഇങ്ങനെ പാരൽ ചെയ്ത് ആംപ്ലിഫയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ 8 ഓംസ് എന്നുള്ളത് 4 ഓംസ് ആവും, നേരെ പകുതിയാവും. ഇനിയിപ്പോൾ 8 ഓംസ് ആണെങ്കിൽ, അല്ല 4 ഓംസ് ആണെങ്കിൽ അതിനെ 8 ഓംസ് ആക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു പോസിറ്റീവിനെ കൊണ്ട് ഒരു നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് മിച്ചം വന്നു. ഇത് ഇൻസുലേഷൻ ചെയ്യുക. എന്നിട്ട് ഈ 2 വയറും കൂടെ കൊണ്ട് ആമ്പേ കൊടുക്കുക. അപ്പോൾ 4 ഓംസ് 8 ഓംസ് ആവും. അങ്ങനെയാണ് ഇത് പാരലൽ സീരിയൽ കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്. ഇവിടെ നമുക്ക് 12 24 ഇവിടെ കൊടുക്കാം. സോക്കറ്റ് കാണിച്ച് 2 സൈസ് സോക്കറ്റ് ഉണ്ട് ഇതിന്. നമുക്ക് സൗകര്യം പോലെ കൊടുക്കാം. 2 ഊരാവുന്ന ടൈപ്പാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇച്ചിരി നല്ല സോക്കറ്റ് ആയിരിക്കും. ഇതാകുമ്പോൾ ഇതിൻ്റെ ഇത് തിരിഞ്ഞു കുത്തല്ല, ഇത് കണ്ടോ, ഇത് ഇങ്ങനെ മേളിലേക്ക്
ഇങ്ങനെ വരും. ഇതിവിടെ ഒരു ഇതുണ്ട്, ഇങ്ങനെ വെച്ച് ഇവിടെ സ്ക്രൂ ചെയ്താൽ മതി വയർ. ഇനി അത് പറ്റിയാലെങ്കിൽ ഇത് കൊടുക്കാം. രണ്ടും കൂടെ കൊടുക്കണ്ട, ഇതിലേതെങ്കിലും ഒരെണ്ണം 2 സപ്ലൈ ഇൻപുട്ടാണ്. പിന്നെ ഇത് സബ് വൂഫറിൻ്റെ ഔട്ട്, ഇത് റൈറ്റ് ചാനൽ, ലെഫ്റ്റ് ചാനൽ. ഇത് പെൻഡ്രൈവ് കുത്താനുള്ളത്, ഇത് ഓക്സ് കുത്താനുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട്. ഇത് തന്നെ ഓൺ ആകുമ്പോഴേ ബ്ലൂടൂത്തിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ 2 പിന്നും ഇതെന്ന് ഒരു ഗേജ് ഉള്ള വയർ ബാറ്ററിയെന്ന് കൊടുക്കണം. ഗേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 1.5 സ്ക്വയർ, 2 സ്ക്വയർ ഉള്ള വയർ ഇട്ടാലും കുഴപ്പമില്ല. ഇവിടെ സ്ക്രൂ അടിച്ചിട്ട് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എഴുതിയിട്ടുണ്ട്, അത് നോക്കി കൊടുക്കുക. കൊടുത്തു ഞാൻ സ്പീക്കർ കൊടുത്ത് ചെക്ക് ചെയ്ത് തരാം. എത്ര ബസ്സുണ്ട് ചേട്ടാ? 2 ബസ്. ശരിക്കും ഈ ബസ് ബിസിനസ് ലാഭകരമാണോ? കുഴപ്പമില്ല, നല്ല ആളുണ്ടേ ഓക്കെ. ചൂട് കാരണം സഹിക്കാൻ മേലായിട്ട്. പിന്നെ വലിയ പിള്ളേരെല്ലാം പോയല്ലോ, രാജ്യം വിട്ടുപോയി. പിന്നെ ഒരുവിധം വലിയ ആൾക്കാരും പോയി, പ്രായമുള്ളവർ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ കുറെ ബംഗാളികളും. അപ്പൊ ഏരിയ ഓടുന്ന ചുങ്കപ്പാൽ. ഇപ്പൊ മിനിമം ചാർജ് 10 രൂപ ബസ്സിന്. ബസ്സിൽ കയറിയ നാളുകൾ മറന്നു. കുത്തിക്കോ അല്ലേ? നല്ല കുത്തി കിടക്കുന്നത്. അതെ, പേടിച്ചു പാട്ടിട്ടു. ഏത് വേണം കൊടുക്കാം. ഇതിപ്പോൾ 24 കൊടുക്കുന്നത്. സാറിൻ്റെ സെറ്റ് അതേ തന്നെ സാറിൻ്റെ ഇതേ തന്നെ പ്ലേ ചെയ്യിച്ചു ഉണ്ട്. അതും കൂടെ കൊടുത്തേരെ. മൊബൈലിൽ നിന്ന് പുറകിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. ഓളയും കൂട്ടാവടാ. ഇല്ല, പാട്ട് മാറ്റാനേ പറ്റുള്ളൂ. ഓളെ ഇട്ടിട്ടുണ്ട്. ഒരു ഇടിയുള്ള നല്ല പാട്ടുകൾ. അന്നൊക്കെ ബാസുള്ള റെക്കോർഡിംഗ് ഇല്ലല്ലോ, വ്യത്യാസം മനസ്സിലായോ? സബൂഫർ ഇല്ലാതെ തന്നെ നല്ല ബാസ് വരും. കഴിച്ചോ. ബസ്സിൽ പാട്ട് വെക്കരുതെന്നല്ലേ? എന്തൊരു കാലമാണ്. അപ്പോൾ ഈ ലോങ് ഒക്കെ പോകുന്ന വണ്ടികളോ? കൊന്നക്കാടിനൊക്കെ പോകുന്ന വണ്ടിയൊക്കെ അതിന് വെക്കാവോ? ഇതൊക്കെ ആരാ നിയമം ഉണ്ടാകുന്നത്? വേറെ രാജ്യത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സകല വണ്ടിയിലും പാട്ടും TV സകല സാധനമുണ്ട്. ഒന്നും വരില്ല. അതിൽ ഒരു സാധനം വെച്ച് ഒട്ടിച്ച് തരാം, സ്റ്റിക്കർ തരാം, ഒട്ടിച്ച് വെച്ചാൽ മതി. ആ, ഇത് മെറ്റലാന്നേ. അപ്പോൾ ഈ 2 സപ്ലൈ, ഒരെണ്ണം പോയാലും ഒരെണ്ണം ഇട്ടതാ. പിന്നെ മുറുക്കാനുള്ള സ്ക്രൂ ഡ്രൈവർ. ഹലോ ഹലോ, ആ പറഞ്ഞോ.